ഇവിടെ 2-3 ആൾക്കാരുണ്ട്. ഇവരിവിടെ താമസിക്കുന്നവരാണ്. ഞാൻ നോക്കട്ടെ അവർ വരുമെന്ന്. വന്നേ ചോദിക്കട്ടെ. ഓടിയോ? ആഹാ, ഓടി വന്നോ ഉടനെ? എന്നിട്ട് ഓടി പാത്തിരുന്നു പോയി. വേറെത്തിനോടുണ്ടല്ലോ ഒരു കില്ലാടി. അതിൻ്റെ അടിയിലൊക്കെ കയറി ഇരിക്കല്ലോ കേട്ടോ. മറ്റേ ആളെന്ത് ചെയ്യും? ഇവിടെ വാ വാ. ഇതാരാ? അമ്മയാണോ? അമ്മയല്ലല്ലോ, ചേട്ടനായിരിക്കും. ചേട്ടനാണോടാ നീ? ഇതാരാ? ചാടി ചാടി നടക്കുന്നതാരാ? ഇങ്ങനെ ഇവിടെ വന്നേ. വാ. അയ്യോ, ഇതാരാ? അമ്മ. അമ്മയല്ലല്ലോ, നീ ചേട്ടനാണല്ലോടാ. നീ ഇവരുടെ ചേട്ടനാണോ? ഇവരുടെ ചേട്ടനാണോ നീ? ഇവൻ ആരാ ഈ ചാടുന്ന കിടന്ന്? നിനക്കൊക്കെ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ടോ? ഒരാളോടുണ്ടല്ലോ. അവനെന്തി? ഇതാണോ വീട്? അമ്മോ, വീട് ഉണ്ടോ അവരുടെ? തണലത്താ, നല്ല തണലൊക്കെ ഉണ്ട്. ഹാപ്പി ബോയ് ആണ് കേട്ടോ ആള്. ഓടിയോ? മറ്റേ ആളുണ്ടല്ലോ, അതുകൊണ്ട് അകത്ത് ഒരാളോടുണ്ട്. അയാൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ. ഉള്ളിലുണ്ട് ഒരാൾ. നല്ലൊരു വീട് കേട്ടോ. രണ്ടുപേരും വരുന്നുണ്ട്. എവിടോ അടുത്ത ആളുവാ. അടി കയറി പാത്തിരുന്നു. ഇങ്ങ് വന്നാ, നിന്നോട് ചോദിക്കട്ടെ. ഇങ്ങ് വാ വാ. അത് ആമ്പട്ടിയാന്ന് തോന്നുന്നു. ഒന്ന് ചെറിയൊരു മടി. ഇങ്ങ് വന്നേ. നീ വന്നാലേ അവർ വരത്തുള്ളോ? ഇവൻ ഭയങ്കര മേടനാ. ഇവനത്ര മേടൊന്നും അല്ല, പാവാ. പെമ്പട്ടിയാ കേട്ടോ. മാറി ഇവിടെ കിടന്ന് മാറി. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇവരെ ആർക്കെങ്കിലും വേണോ? ഇവരെ വേണേ പറ, നമുക്ക് വീടുകളിൽ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും. തിരുവല്ലയിൽ ആരുടെ വീട്ടിൽ വേണേലും എത്തിക്കാൻ നിന്നെ കേട്ടോ. ആരും ചോദിച്ചാലേ ഞാൻ പറയാവേ. നല്ല സുന്ദരന്മാരാണല്ലോ. ഇത് സുന്ദരിയാണോ? നീ സുന്ദരിയാണോ ഡി? ഇത് പെമ്പട്ടിയാ. കുരു 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 വലുത് കിടന്നു ഉടനെ അങ്ങ് തിരുമിക്കാനായിട്ട്. അവനെന്തി? അവൻ ആമ്പട്ടിയാണോ? ഇതെവിടെ വാടാ? അവൻ്റെ കളി കണ്ടിട്ട് ആമ്പട്ടിയുടെ ലക്ഷണമുണ്ട്. ഇവരെ വേണേ പറയണം കേട്ടോ, വീട്ടിലെത്തിച്ച് തരാം. വേണേ ഇഞ്ചക്ഷൻ എടുത്ത് തരാം. നല്ല 2 കിഡ്സാണ്. ഇവിടെ കിടന്ന് വളരണമെന്നില്ല. ഈ പെമ്പട്ടിയൊക്കെ ഇവിടെ കിടന്ന് വളർന്നാൽ വീണ്ടും പെറ്റ് കൂട്ടും. അതിലും വേറെ വീടുകളിൽ സേഫായിട്ട് വളർത്തിയാൽ അത്രയും പ്രശ്നം കുറഞ്ഞിരിക്കും. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. തിരുവല്ലയിൽ എവിടെ വേണേലും ഈ പട്ടിക്കുഞ്ഞുങ്ങളെ എത്തിച്ചു തരുന്നതായിരിക്കും. എടാ, ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു കൊണ്ടുവരാ. ഇവരെല്ലാം കൂടെ ഒന്നിച്ചാടാ ഇവിടെ. എടീ, നീ ഏതാ? നീ എപ്പോഴും ഇവിടെ വന്നേ? നീ വന്നേ വാ. അത് പേടിയാ. ഇവിടെ അങ്ങനെയാണോ പുള്ളിയുടെ സ്ഥലം? അവിടെ വീടാ കണ്ടോ. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാ. കുഴപ്പമില്ല, ഇവിടെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നേ. അവർ രണ്ടുപേരും ഭയങ്കര കമ്പനി അല്ലേ? ഇവർ ഭയങ്കര കണ്ട് കൊള്ളാം കേട്ടോ. ആൾക്കാർ ഇവിടെ വന്നാൽ സമയം പോവും. ഇവരൊന്നിച്ചാ ഇവിടെ. അതിന് തള്ളയില്ല, ഇതിൻ്റെയും തള്ളയില്ല. ആരോ കൊണ്ട് കളഞ്ഞാന്ന് തോന്നുന്നു ഇവരെ. പിന്നെ അപ്പുറത്ത് KR ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കിട്ടുമെന്ന് കരുതി ഇവിടെ കൊണ്ട് ആരോ കളഞ്ഞിട്ട് പോയ അമ്മ ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. നിവർത്തികേട് അങ്ങനെ കാണപ്പെട്ടൊരു പൂച്ചയും പട്ടിയാണിത്. ഇവരെ ഇവിടെ നിന്നിപ്പോൾ ഒരാളെ എടുക്കണോ എന്ന് ചോദിച്ചാൽ എടുക്കാം. 3 പേരെയും കൊണ്ടുപോകാൻ ആർക്കെങ്കിലും ഒക്കെ ആയാൽ പറഞ്ഞാൽ 3 പേരെയും പാക്ക് ചെയ്യണേ, ഞാൻ പാക്ക് ചെയ്ത് തരാം. അല്ലാതെ ഒരാളെ മാത്രം കൊണ്ടുപോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവർ ഈ റോഡിൽ കിടന്ന് കളിച്ച് ചിലപ്പോൾ ചത്തു. ഇവർ റോഡിലിറങ്ങി ഓടുന്ന കാണാം. ഇതിനകത്തോട്ടാണ് ഇറങ്ങുന്നത്. ഇത് ഇത്രയും അടുത്ത് റോഡുണ്ട് കണ്ടോ. ഇവരിനകത്തോട്ട് ഇറങ്ങി ചിലപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട്. നാളെ വരുമ്പോൾ ചിലപ്പോൾ ഇവനിവിടെ കാണത്തില്ല. ഇവൻ അവനല്ല, അവളല്ലേ? അവനാന്ന് തോന്നുന്നല്ലോ. അല്ല, അതും പെൺകുട്ടിയാണോ? അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? അടുത്ത് വന്നാലും അറിയത്തില്ല. പെൺകുട്ടിയാന്ന് തോന്നുന്നു. പൂച്ച ഏതാ ജെൻഡറെന്ന് അറിയത്തില്ല. എന്താണേലും നല്ല രസമുള്ളൊരു സംഭവമാണ്. ആർക്കെങ്കിലും വേണേ പറയണേ, അവിടെ എത്തിക്കാം. ആ വലുതിനെ എന്താണെങ്കിലും വലുത് ഇവിടെ സർവൈവ് ചെയ്തു. പിന്നെ അയാൾ ഇവിടെ ജീവിച്ചോളൂ. ശിവന്മാരത്ര സേഫ് അല്ല ഇവിടെ. ഇവന്മാരുടെ കളി കണ്ടിട്ട് എനിക്ക് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ റോഡിലോട്ടൊക്കെ ഇറങ്ങി ഓടുന്നുണ്ടാവും. ഞാൻ കാണിക്കാം വീഡിയോ.
ഫുള്ളാണ്. ഇവർക്ക് ഫുഡിന് ക്ഷാമമൊന്നുമില്ല. പക്ഷേ ഈ എന്താ പറയുക, ഈ റോഡിലോട്ടുള്ള ഇറക്കവേ ഇത് കണ്ട് ഇങ്ങനെയാണ് ഈ റോഡ് കിടക്കുന്നത്. ഇതിനകത്തോട്ട് ചാടി ഇറങ്ങി അറിയന്മാർ. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അതുകൊണ്ട് അതാണ് വീട്. അവരവിടെ അവിടെ ഇരിക്കുന്നു. അവരുടെ മുറ്റമാണ് ഈ കാണുന്ന സ്ഥലം. ഇനി അതിനകത്തോട്ട് ഇറങ്ങിയ റോഡാണെന്നൊന്നും ഇവർക്കറിയാത്തത് കൊണ്ട് ഏതെങ്കിലും വണ്ടി കയറി ചാവാനും ചാൻസ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? വീട്ടിൽ കിടക്കുന്നവരൊന്നും നോക്കി എന്ത് ചെയ്യും? അവിടെ കളിയാ. ഇവർ നല്ല രസമുണ്ട് കേട്ടോ. ഒരു നല്ല അന്തരീക്ഷം ഉണ്ട് ഇവിടെ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വീട് ഇഷ്ടപ്പെട്ടു എനിക്ക്. കൊള്ളാം, കണ്ടോ? അമ്മയില്ലാത്ത 2 കുഞ്ഞുങ്ങൾ, അല്ല 3 കുഞ്ഞുങ്ങൾ. ഇതിനീ പറഞ്ഞ പോലെ പട്ടിയും പൂച്ചയൊന്നും വ്യത്യാസമില്ലല്ലോ. സർവൈവലാണല്ലോ. അതാണ്ടേ ഇവരറിഞ്ഞോണ്ടൊന്നും അല്ലല്ലോ ഇത് നടക്കുന്നത് അല്ലേ?